പ്രജിതേ, ഇപ്പോൾ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു. അവർ ആണവായുധത്തിൻ്റെ വിഷയത്തിൽ നിന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ പ്രിക്കോഷനാണ് കാരണം. ഇനിയിപ്പോൾ അടുത്ത അടിക്കാൻ പോണത് പാകിസ്ഥാനെ മറ്റോ ആയിരിക്കോ എന്നല്ല ചേട്ടാ, അതാകാൻ തന്നെയാണ്. പിന്നെ പൊടിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അത് വരുന്നുണ്ട്. അത് എൻ്റെ ഈ ചോദ്യത്തിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരെന്തിനാണ് അടിച്ചത്? ഇവർ അടിച്ചിരിക്കുന്നത് അണുവായുധം ഇറാൻ നിർമ്മിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അത് ഇസ്രായേലിനെ പോലെ ഒരു കൊച്ചു രാജ്യം, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ നമ്മുടെ ഹരിയാനയുടെ അത്രയും മാത്രമൊക്കെ ഒരു വലിപ്പമുള്ള ഒരു രാജ്യമാണ്, സംസ്ഥാനമല്ല രാജ്യമാണെന്ന് ഓർക്കണം. ആ രാജ്യത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ എല്ലാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സൗദിയൊക്കെ ഇസ്രായേലിനെ അനുകൂലിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടെന്നല്ല, അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെ പോലുള്ള രാജ്യങ്ങൾ പ്രോക്സികളെ വെച്ചിട്ട് ഈ രാജ്യത്തെ, ഈ ഒരു കൊച്ചു രാജ്യത്തെ നശിപ്പിക്കാനുള്ള വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രസിഡന്റ്, ഇപ്പോൾ പറയുന്നത് അടുത്ത ലക്ഷ്യം പാകിസ്ഥാനായിരിക്കുമെന്നാണ്. ആ പാകിസ്ഥാൻ ആകുന്നത് വരും കാലത്ത് പാകിസ്ഥാൻ അവർക്കൊരു ഭീഷണിയായേക്കാം എന്നുള്ളത് കൊണ്ടാണ്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാധ്യമത്തിന് ബെഞ്ചമിൻ നെതന്യാഹു ഒരു അഭിമുഖം കൊടുക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് ഭാവിയിൽ ഇസ്രയേൽ നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധി എങ്ങനെയാണ് എന്നുള്ള തരത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളത് ചോദിക്കുമ്പോൾ പറയുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, അതായത് ഈ പറയുന്ന മിലിറ്റന്റ് ഭരണകൂടമുള്ള രാജ്യങ്ങൾ, അതെ, മിലിറ്റന്റ് ഭരണകൂടമുള്ള രാജ്യങ്ങൾ അവർക്ക് ഈ പറയുന്ന അണുവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ അവരായിരിക്കും ഇസ്രായേലിൻ്റെ ഭീഷണി. ആ പറയുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ കഴിഞ്ഞാൽ അടുത്തത് പാകിസ്ഥാനാണ് എന്നാണ് നെതന്യാഹു ആ ഒരു അഭിമുഖത്തിൽ പറയുന്നത്. നെതന്യാഹു കൃത്യമായി പറയുന്നു, മിലിറ്റന്റ് ഭരണകൂടമുള്ള മുസ്ലിം രാജ്യങ്ങളിൽ അണുവായുധമുണ്ടെങ്കിൽ അതിനുള്ള പരീക്ഷണങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേൽ നടപടിയെടുത്തിരിക്കും. അത് ജനങ്ങളുടെ സുരക്ഷയെ മാനിച്ച് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഈ പാകിസ്ഥാൻ ഇപ്പോൾ ചർച്ചയാവുന്നത്. അടുത്തത് പാകിസ്ഥാനാണല്ലോ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, ഇത് പരീക്ഷണം നടത്തുന്നത് പോലും ലോക ജനതയ്ക്ക് ഭയങ്കര ആപത്താണ്. അതെ, അത് ആപത്താണ്. കാരണം ഈ മിലിറ്റന്റ് ഭരണകൂടം, അത് പറയുമ്പോഴാണ് മിലിറ്റന്റ് ഭരണകൂടം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മിലിറ്റന്റ് ഭരണകൂടം ഉള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ എപ്പോൾ എന്ത് തീരുമാനിക്കും, എന്ത് ചെയ്യും എന്നുള്ളതൊന്നും അറിയില്ല. ഭരണാധികാരിയാണ് തീരുമാനിക്കുന്നത്. ഭരണാധികാരിയാണ്. അതല്ല, മിലിറ്റന്റ് ഭരണകൂടമാകുമ്പോൾ ഈ പറയുന്നത് പോലെ അവിടെ അസ്ഥിരതകളുണ്ട്. അവിടെ ഏത് രീതിയിൽ അവർ പ്രതികരിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാനും പറ്റില്ല. അപ്പം ഇറാനിൽ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പാകിസ്ഥാനിൽ മിലിറ്റന്റ് രാജ്യമാണ്, അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാലും അധികാരം കൈയാളുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും മിലിറ്ററി, ഈ പറയുന്ന സൈനിക മേധാവികൾ തന്നെയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ പലപ്പോഴും ഒക്കെ അട്ടിമറി നടന്ന് ഭരണകൂടത്തെ രാഷ്ട്രീയ ഭരണകൂടത്തെ അട്ടിമറിച്ച് പട്ടാളം കയറുന്നത്. അപ്പോൾ ഇത്തരത്തിലാകുമ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ സംബന്ധിച്ചൊരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ അതല്ല. കാരണം അവർ നമ്മളോട് പറഞ്ഞു അണുവായുധം പൊട്ടിക്കും. പക്ഷെ അവർ പൊട്ടിക്കാൻ ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്ത്യ കയറി മേഞ്ഞു കൊടുത്തു. ആ 4 ദിവസത്തെ മേയൽ കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി. പിന്നീട് ട്രംപിൻ്റെ കൈകാലം പിടിക്കുന്നു. ട്രംപ് അങ്ങനെ ഇടപെട്ടിട്ടൊന്നുമല്ല. അതെ, ട്രംപ് അങ്ങനെ ഇടപെട്ടിട്ടൊന്നുമല്ല ഇന്ത്യ നിർത്തിയത്. ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞത് അവന്മാരോട് പറയടേ, കാല് പിടിക്കാൻ പറയുന്നു. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളോട് നേരിട്ട് പറയേണ്ടി വന്ന ഒരു അവസ്ഥ കൂടി ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ അവരുടെ ഈ പറയുന്ന സൈനിക തല കമാൻഡേഴ്സൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു ഇത് നിർത്തുന്നത്. ഇപ്പോൾ അണുവായുധം ഉണ്ട് എന്ന് വിചാരിക്കുക, ഇന്ത്യ അണുവായുധം തിരിച്ചങ്ങോട്ടൊന്നിട്ടാൽ
പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമില്ല. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അണുവായുധം പരീക്ഷിക്കില്ല, പക്ഷെ ഇട്ടാൽ പൊടി പോലും കാണത്തില്ല അവന്റെ. ഇല്ല, ആ അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിക്കരുത് എന്നുള്ളതാണ് ഇന്ത്യയെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റ് അല്ല, താക്കീതാണത്. താക്കീതാണത്. ഞാൻ പറഞ്ഞ മാന്യമായ റിക്വസ്റ്റ്. മാന്യമായി താക്കീത് നൽകിയിട്ടുണ്ട്. അതുപോലെ അല്ല എന്നാൽ ഈ പറയുന്ന ഇസ്രായേലുമായിട്ടുള്ള കാര്യം. ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ കൊച്ചു രാജ്യമാണ്. അപ്പോൾ ഈ മിലിറ്റന്റ് ഭരണകൂടം അവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ എന്ത് വേണമെങ്കിലും അവർ ചെയ്യാം. അതായത് അവരുടെ തലയ്ക്ക് ഈ മതഭ്രാന്തുള്ളവരാണ്. ആസിം മുനീറൊക്കെ കടുത്ത മതഭ്രാന്തനാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരുടെ കയ്യിൽ അതെ ഇവരെ സഹായിക്കുന്നത് ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ചൈനയോട് ഇവർക്ക് വേണമെങ്കിൽ പറയാം അയ്യോ അത് പറ്റില്ല എന്നുള്ളതൊക്കെ പറയാമെങ്കിൽ, അതായത് ചൈനയോട് ഈ പറയുന്ന പാകിസ്ഥാന് വേണമെങ്കിൽ ഈ ചൈനയുടെ സഹായം സ്വീകരിക്കാതിരിക്കാം. പക്ഷേ അവിടെ അല്ലെങ്കിൽ പാകിസ്ഥാന് പറയാം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഈ പറയുന്ന രാജ്യങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്താം. എന്നാൽ അവർക്കത് നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയുമില്ല. ഇപ്പോൾ ഇറാന്റെ കാര്യം തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ വെച്ച് മറ്റാരെങ്കിലും കളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാകിസ്ഥാനെ വെച്ച് പലരും കളിക്കുന്നുണ്ട് ഇന്ത്യക്കെതിരെ, ശിഖണ്ഡിയായിട്ട് നിർത്തി കളിക്കുന്നുണ്ട്. ഇതേ കളി അവസാനം പാകിസ്ഥാനിലേക്ക് വരികയും അവിടെയുള്ള ആണവ റിയാക്ടർ എന്നൊക്കെ പറയുന്നതിൻ്റെ നമ്മൾ പറയല്ലോ ഇൻസൈഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമേരിക്കയാണ്. അതെ, നമ്മൾ ആ ന്യൂക്ലിയർ പ്ലാന്റിന്റെ സമീപം അടിച്ചപ്പോൾ അതെ ആ പ്ലാന്റ് നമ്മൾ അടിക്കുമ്പോൾ നെഞ്ചു പൊട്ടിയത് ആർക്കാണ്? അമേരിക്കക്കാണ്. അതെ, അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ് വഴി ഇവർ ഇത് നിർമ്മിക്കുകയും പിന്നീട് സ്വാഭാവികമായിട്ടും ഈ വല്ലാത്തൊരു അമർഷമുണ്ടല്ലോ ജൂതന്മാരോട്, ആ ഒരു അമർഷത്തിന്റെ പേരിൽ ഇവർ അണുവായുധം നിർമ്മിക്കുകയും ചെയ്യുകയും അമേരിക്ക അല്ലെങ്കിൽ ചൈന അതിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇസ്രായേലിന് ബുദ്ധിമുട്ടല്ലേ? അതെ, അവരുടെ നാട്ടിലാണ്, അവരുടെ രാജ്യത്താണ് അത് നിർമ്മിക്കുന്നത്. അവരുടെ രാജ്യത്ത് നിർമ്മിക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ തരത്തിലുള്ള പ്ലാന്റ് അതല്ല ഈ ബാക്കി വെച്ചിട്ട് പോകുന്ന പ്രോജക്റ്റ് അമേരിക്കയോ ഈ പറയുന്ന ചൈനയോ ഈ പ്രോജക്റ്റുകൾ നിർത്തിപ്പോയി ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇവർ പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഇവരുടെ കയ്യിൽ പാകിസ്ഥാന്റെ കയ്യിൽ അണുവായുധം വരാനുള്ള സാധ്യതയുണ്ട്. ആ അണുവായുധം അപ്പോഴും പ്രശ്നമാകുന്നത് ഈ പറയുന്ന ഇസ്രായേലിനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് മിലിറ്റന്റ് ഭരണകൂടമുള്ള അതായത് ജനാധിപത്യ സ്വഭാവം പുലരാത്ത രാജ്യങ്ങളിൽ പറഞ്ഞത് ഇവര് അമേരിക്ക തുടങ്ങി വെക്കുന്നത് ഇവരുടെ താവളത്തിലാണ്, ഇവരുടെ രാജ്യത്ത് വെച്ചാണ്. ഇതിപ്പോ പൂർണ്ണമായിട്ടും ചൈനയുടെ സഹായമാണെങ്കിൽ അമേരിക്ക അവിടെ നിന്ന് വിഷയം ഉണ്ടായി പോവുകയാണെങ്കിൽ ആ പ്ലാന്റ് അവിടെ ഉണ്ട്. അതിലെ പ്രവർത്തനങ്ങൾ ഇവർ നിർത്തിവെച്ചാലും ആ പ്ലാന്റിൽ ചൈനയ്ക്ക് തുടങ്ങാം. നേരെ തിരിച്ചും അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. ചൈനയുടെ കാര്യങ്ങളിൽ വേണേ ഇടപെട്ടുകൊണ്ട് അമേരിക്കയ്ക്കും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അണുവായുധം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അത് മാത്രമല്ല, അണുവായുധം ഉണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത്. ഈ അണുവായുധം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യം വരുന്ന കാലയളവിൽ ഇസ്രയേലിന് നേരെ വിരൽ ചൂണ്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ആ അണുവായുധത്തെ ഇല്ലാതെയാക്കുവാനും ഏത് രാജ്യമായിക്കോട്ടെ, ഇപ്പൊ പാകിസ്ഥാൻ അവർ നമ്പർ ഇട്ട് പറഞ്ഞു എന്ന് മാത്രം, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം, ഇസ്ലാമിക രാജ്യങ്ങളാണ് കൂടുതലും ഇവർക്കെതിരെ ശത്രുതയുള്ളത്, അതുകൊണ്ടാണ് അവരത് പറയുന്നത്. അപ്പൊ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനൊക്കെ ബോധമില്ലാത്ത കഴുതുകളാണ്. അതെ, തലക്കകത്ത് കിഡ്നി ഇല്ലാന്ന് നമ്മൾ പറയുന്നത് പോലെ തലക്കകത്ത് അതൊന്നും മാത്രമേ ഉള്ളൂ. അവർക്ക് അന്ധമായ ഭ്രാന്താണ്, ആ മതഭ്രാന്താണ്. ആ മതഭ്രാന്ത് വെച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിരുകയും ചെയ്താൽ എന്നൊരു ആശങ്ക ഇസ്രായേൽ ഇപ്പോഴേ കരുതുന്നുണ്ട്. അതിനെതിരെ ഉള്ള പ്രിക്കോഷൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നത്. അടുത്ത ഉന്നം ഇസ്രായേൽ ഈ ഒരു യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഉന്നം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പാകിസ്ഥാൻ ആയിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നത് നെതന്യാഹു ആ പറഞ്ഞതിൻ്റെ പേരിൽ
പാകിസ്ഥാൻ ഇപ്പോൾ ചങ്കിടിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കാരണം ഇപ്പോൾ ഇറാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? അവരുടെ കയ്യിൽ അണുവായുധം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയാതെ പറഞ്ഞു. അത് ഇവർക്ക് തന്നെ ദോഷമായി തീരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നെതന്യാഹു പറഞ്ഞ കണക്കിനാണെങ്കിൽ ഇസ്രായേലിനെ അടിച്ചു നിരപ്പാക്കാൻ സമയമെടുക്കും. പെട്ടെന്നൊന്നും ഇസ്രായേലിനെ അല്ല, ക്ഷമിക്കണം, ഇറാനെ അടിച്ചു നിരപ്പാക്കാൻ അതെ കരുതിയിരിക്കാം. ഇതിന്റെ ഇടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആവശ്യമില്ലാത്ത തൊഴുത്തിക്കുത്തുമായിട്ട് പാകിസ്ഥാൻ പോവുകയാണെങ്കിൽ അതിന് വലിയ വില തന്നെ പാകിസ്ഥാൻ കൊടുക്കേണ്ടിയും വരും.